നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ സുധാകരന്മാരാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിവാദങ്ങളുടെ നായകന്മാരായി മാറുന്നത്. ഇടതുപക്ഷത്തിൽ G. സുധാകരനാണെങ്കിൽ കോൺഗ്രസിൽ K. സുധാകരൻ. ഇപ്പോൾ K. സുധാകരനുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദം K. സുധാകരനെ തിങ്കളാഴ്ച അവിടേക്ക് വിളിപ്പിച്ചിരിക്കുന്നു, ഡൽഹിയിലേക്ക് രാഹുൽ ഗാന്ധി വിളിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വിളിപ്പിച്ചത്? നമുക്കറിയാം. അതിനു മുമ്പ് നമ്മൾ വേറൊരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് K. സുധാകരൻ കേരളത്തിൽ സീറ്റ് വേണം എന്ന് വാശി പിടിക്കുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. K. സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഒരുപക്ഷെ KPCCയിൽ ഇരിക്കുന്ന കാലം അന്ന് അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നു. ഇതെങ്ങനെയൊക്കെ ആക്കണം, അതായത് സെമി കേഡർ എന്ന് പറയുന്ന ഒരു സംവിധാനം, അതോടൊപ്പം CUC പോലെയുള്ള, അതായത് യൂണിറ്റ് കമ്മിറ്റികൾ ഉണ്ടാവണം, കോൺഗ്രസിൻ്റെ യൂണിറ്റ് കമ്മിറ്റികൾ ഉണ്ടാവണം. അപ്പോൾ ഒരു അച്ചടക്കം എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിൽ മസ്റ്റായി ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. തുടങ്ങിയ വളരെ കണിശമായ കുറേ തീരുമാനങ്ങളുമായിട്ടാണ് K. സുധാകരൻ എന്ന് പറയുന്ന നേതാവ് KPCC അധ്യക്ഷൻ സ്ഥാനം ഏറ്റെടുക്കുന്നത്. എന്നാൽ ഇത് മൂന്ന് കാര്യങ്ങളും ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നുള്ള വസ്തുത K. സുധാകരന് നന്നായി അറിയാമായിരുന്നു. അതിനിടയ്ക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയും ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പിന്നാലെ പോയി അദ്ദേഹം അവിടെ മത്സരിക്കുകയും ചെയ്തതോടുകൂടി ആ KPCC അധ്യക്ഷ സ്ഥാനവും അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇതിനിടയിൽ പലപ്പോഴായി ഉയർന്നു കേട്ട ചില വിവാദങ്ങളുണ്ട്. അതായത് KPCC അധ്യക്ഷനായിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ കുട്ടികളെ ഞാൻ പറഞ്ഞു വിട്ടിട്ട് കണ്ണൂരിൽ ഈ RSSകാരുടെ ശാഖ സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിരുന്നു എന്ന് പറയുന്ന ഒരു വലിയ വിവാദ പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. മറ്റൊരു കാര്യം, എനിക്ക് BJPയിലേക്കോ RSSലേക്കോ പോകണമെങ്കിൽ ആരുടെയെങ്കിലും അനുവാദം ആവശ്യമുണ്ടോ എന്ന് KPCC അധ്യക്ഷനായിരുന്ന K. സുധാകരൻ ചോദിക്കുകയുണ്ടായി. ഇത് മാത്രവുമല്ല, അവിടെയും തീരുന്നില്ല. KPCC അധ്യക്ഷനും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുണ്ടാക്കിയ അനൈക്യം, അവർ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ, ചീത്തവിളികൾ, വഴക്കുകൾ, അങ്ങനെ തുടങ്ങി നിരവധി കാരണങ്ങൾ ഒരുപക്ഷെ K. സുധാകരൻ്റെ പതനത്തിന് കാരണമായി തീർന്നിട്ടുണ്ട്. അങ്ങനെ BJPയിലേക്കോ RSSലേക്കോ പോകുന്നതിന് ഒരാളുടെയും അനുമതി ആവശ്യമില്ല എന്ന് അത്ര ഉച്ചത്തിൽ പ്രഖ്യാപിക്കാൻ പാടില്ലായിരുന്നു മിസ്റ്റർ K. സുധാകരൻ. കാരണം നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയുടെ സംസ്ഥാന അധ്യക്ഷനായി ഇരിക്കുകയായിരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മതേതര പാർട്ടി എന്ന് സ്വയം നാഴികയ്ക്ക് 40 വട്ടം അഹങ്കരിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അന്നൊരിക്കൽ പോലും പറയാൻ പാടില്ലാത്തതായിരുന്നു K. സുധാകരൻ പറഞ്ഞത്. പക്ഷേ VD സതീശൻ നമുക്കറിയാം ചെയ്ത് ഗോൾവർക്കറുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി. അപ്പോൾ രണ്ട് നേതാക്കന്മാരും സംഘി പട്ടം കിട്ടിയവരാണ് എന്ന് LDFകാർ കരുതിയാൽ അതിൽ തെറ്റുണ്ടോ? ഇല്ല. ഈ K. സുധാകരൻ പിന്നീട് നാക്കുപിഴയാണ്, അതാണ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട്, തനിക്ക് ബോധമില്ലാതെ പറയുന്നതാണ് നടക്കം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്ന് ഇത്രയും പ്രശ്നമുണ്ടാക്കി വെച്ച K. സുധാകരൻ എന്ന് പറയുന്ന ഒരാളെ എത്രയും പെട്ടെന്ന് ഈ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള ഗൂഢതന്ത്രങ്ങൾ ഇതിന് അണിയറയിൽ ഒരുങ്ങുന്നത് അയാൾ അറിഞ്ഞിരുന്നില്ല, ആ നേതാവ് അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ഒടുവിൽ KC വേണുഗോപാലുമായി സംസാരിക്കുകയും ഇവിടെ ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള ഒരു സംഘം ചേർന്നുകൊണ്ട് K. സുധാകരനെ ഒരു സുപ്രഭാതത്തിൽ ആ സീറ്റിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത്. അങ്ങനെ പുറത്തേക്കിറങ്ങിയ K. സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലാത്തവനായി മാറുന്നു. ഒരു ഘട്ടത്തിൽ പാർട്ടി വിടുമെന്ന് തോന്നിക്കുന്ന സാഹചര്യത്തിൽ KC വേണുഗോപാൽ ഇടപെട്ടുകൊണ്ട് പറയുന്നു, പ്രിയപ്പെട്ട K. സുധാകരൻ, നിങ്ങൾക്ക് ഒരു മന്ത്രിസ്ഥാനം ഉറപ്പായി ഞങ്ങൾ തന്നിരിക്കും അടുത്ത തവണ UDF അധികാരത്തിൽ കയറിയാൽ. അതൊരു വാഗ്ദാനമായിരുന്നു. പിന്നെ കോൺഗ്രസ്സുകാർ കോൺഗ്രസ് നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടേണ്ടതില്ലാത്തത് കൊണ്ട് ആ വാഗ്ദാനത്തിന് വലിയ പ്രസക്തിയുണ്ട് എന്ന് നമുക്കിപ്പോൾ തോന്നുന്നില്ല. അങ്ങനെ KC വേണുഗോപാലിന്റെ വാക്കും വിശ്വസിച്ചുകൊണ്ട് നേരെ MP പണി ചെയ്യാൻ വേണ്ടി കണ്ണൂരിലേക്ക് പോയി. അതിനിടയിൽ നമുക്കറിയാം K. സുധാകരൻ ഉയർത്തിയ, VD സതീശനെതിരെ ഉയർത്തിയ ഒളിയമ്പുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള വിവരം. തെറി വിളിക്കുന്ന പോട്ടെ, ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ കുറേ തലകളും കുറേ രൂപങ്ങളും തകിട്. അപ്പോൾ ആ തകിടെല്ലാം കണ്ടു കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ VD സതീശൻ എന്ന് പറയുന്ന ഒരാൾ തന്നെ അപായപ്പെടുത്താൻ വേണ്ടി നടത്തിയ കൂടോത്രമാണ് എന്ന് ചിന്തിച്ചു. അങ്ങനെ K. സുധാകരൻ പറഞ്ഞു, ജീവൻ നിൽക്കുന്നത് തന്നെ ഭാഗ്യം എന്ന് വല്ലാത്തൊരവസ്ഥയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തതാണ് ആ വിഷയത്തെ സംബന്ധിച്ച്. അങ്ങനെ K. സുധാകരൻ ഒരു പണിയും ഇല്ലാതെ കണ്ണൂരിലേക്ക് വെറും ഒരു MP എന്നുള്ള നിലയിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടി ജീവിച്ച ആ കാലഘട്ടത്തിനിടയിലേക്കാണ് പെട്ടെന്ന് ഒരു തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നത്. അപ്പോഴാണ് നേരെ KCയോടായി തനിക്കൊരു സീറ്റ് കിട്ടേണ്ടതല്ലേ? അപ്പോഴാണ് അവരോട് ചില തീരുമാനങ്ങളിൽ മാറ്റമുണ്ടാക്കിയത്. MPമാർ തൽക്കാലം മത്സരിക്കേണ്ട, ചിലർക്ക് മാത്രം ഇളവുകൾ നൽകും. ആരെയൊക്കെ ഒഴിവാക്കാനായിരുന്നു? ഇവിടുന്ന് കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കണം, അടൂർ പ്രകാശിനെ ഒഴിവാക്കണം, ഹൈബി ഈഡനെ ഒഴിവാക്കണം, അങ്ങ് K. സുധാകരനെ ഒഴിവാക്കണം. 3-4 പേരെ ഒഴിവാക്കി നിർത്താൻ വേണ്ടിയിട്ട് തന്ത്രപരമായി ആരാണ് ഹൈക്കമാൻഡ് എന്നുള്ള വിവരം കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം.
തന്ത്രപൂർവ്വം ഹൈക്കമാൻഡ് ഒരുക്കിയ ഒരു കെണിയായിരുന്നു എം പിമാർ മത്സരിക്കേണ്ട. എന്തുകൊണ്ടാണ്? ഇത്തവണ എം പിമാർ ഇറങ്ങി മത്സരിച്ച് അവർ വിജയിച്ചു കഴിഞ്ഞാൽ ഈ 5 പേര് മത്സരിക്കുകയാണെങ്കിൽ ആ 5 പേരുടെയും സീറ്റുകൾ, അതായത് ലോക്സഭാ സീറ്റുകൾ കോൺഗ്രസിന് നഷ്ടമാകും എന്നുള്ള തിരിച്ചറിവാണ് അതിൻ്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് ഇത്തവണ എം പിമാരും മത്സരിക്കേണ്ടത്. എന്നാൽ ചിലർക്ക് ഇളവുകൾ നൽകാം എന്ന് പറയുന്നൊരു വ്യവസ്ഥ കൂടി ചേർത്തു. അത് 1-2 പേർക്ക്. തീർച്ചയായിട്ടും കെ സിക്ക് അറിയാം, ഒന്ന് കെ സി വേണുഗോപാലും മറ്റൊന്ന് ഷാഫി പറമ്പിലും ആയിരിക്കുമെന്ന്. അപ്പോൾ ഇങ്ങനെ ഇവർക്ക് വേണ്ടി മാത്രം ആ നിയമത്തെ ഒന്ന് പൊളിച്ചെടുക്കുകയും ചെയ്തു. ഇങ്ങനെ കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒതുക്കൽ നടന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ നിലവിൽ ഉണ്ടായിരുന്നത്. അതിന് ചുക്കാൻ പിടിച്ചത് കെ സി വേണുഗോപാലും ഈ ഷാഫി പറമ്പിലും അതോടൊപ്പം VD സതീശനും എല്ലാം അടങ്ങുന്ന വലിയ തോതിലുള്ള ഒരു ഉപജാപക വൃന്ദമായിരുന്നു എന്നുള്ള കാര്യം യാഥാർത്ഥ്യം തന്നെയാണെന്നേ. ഇനി കെ സുധാകരൻ, എന്തുകൊണ്ടാണ് കെ സുധാകരന് കേരളത്തിലേക്ക് ഒരു സീറ്റ് വേണം, അല്ലെങ്കിൽ ഞാൻ കണ്ണൂരിൽ നിന്ന് ഞാൻ മത്സരിക്കുമെന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്? അറിയാം, ഇനി അവിടെ നിന്ന് പോയിട്ടൊരു കാര്യമില്ല. കാര്യം എന്താ? ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരാൾ കോൺഗ്രസ് പാർട്ടിയുടെ ചരമഗീതം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ കോൺഗ്രസ് പാർട്ടിയെ എങ്ങനെയെങ്കിലും തകർത്ത് തരിപ്പണമാക്കി അതിൻ്റെ അവസാന അന്ത്യകൂദാശയം നടത്തി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. നിർണായകമായ പല സംഭവങ്ങൾ ലോക്സഭയിൽ നടക്കുമ്പോഴും ഇവിടെ നിന്ന് പുറത്ത് വിദേശങ്ങളിൽ പോയി എൻ്റർടൈൻമെൻറ്റ് കണ്ട് ആസ്വദിച്ച് നടക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ ആ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ജയിച്ചാലും ഇല്ലെങ്കിലും എല്ലാം ഒരുപോലെ തന്നെയാണ്. കാര്യം കേരളത്തിൽ എന്ത് തേങ്ങ കൊടുത്തിട്ടാണ് രാഹുൽ ഗാന്ധി? അപ്പോൾ രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞു? ഇന്ന് വന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ നിൽക്കുന്ന ഒരു MP എന്നുള്ള നിലയിൽ നിന്നിട്ട് പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ നിന്ന് ഒരു കിഴക്കയും എടുത്തുകൊണ്ട് വരാനില്ല എന്നുള്ള കാര്യം നമ്മുടെ കെ സുധാകരന് നന്നായി അറിയാം. രാഹുൽ ഗാന്ധി ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ ദേശീയ തലത്തിൽ ഇല്ലായ്മ ചെയ്യും എന്നുള്ളൊരു വസ്തുതയും അറിയാം. അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരാളായി തന്നെയാണ് കെ സി വേണുഗോപാലിനെ കെ സുധാകരൻ കാണുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇനിയും തനിക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുകൊണ്ട് ദേശീയ തലത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാനോ ദേശീയ തലത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനോ കഴിയില്ല എന്നുള്ള വസ്തുത കെ സുധാകരന് നന്നായി അറിയാം. അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് കേരളത്തിലേക്ക് ഇങ്ങനെ വാശി പിടിച്ചു നിൽക്കുന്നത്. കണ്ണൂർ എൻ്റെ വികാരമാണെന്നും കണ്ണൂർ ഞാനില്ലാതെ കണ്ണൂരില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ പറയുന്ന കെ സുധാകരനെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ ഒപ്പമുണ്ടായിരുന്ന സണ്ണി ജോസഫിന് പോലും എതിർപ്പുണ്ടെന്നേ. സണ്ണി ജോസഫിന് പോലും താല്പര്യമില്ല കെ സുധാകരനെ മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ. ഇവിടെ ജ്യോതികുമാർ ചാമക്കാല അടക്കം ഫ്ലെക്സ് അടിച്ച് കാത്തിരിക്കുകയാണ് മത്സരിക്കാൻ വേണ്ടി. ഫ്ലെക്സ് അടിച്ച് കാത്തിരിക്കുകയാണ്. ഇനി എങ്ങാനും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നില്ല എന്നുണ്ടെങ്കിൽ എടുത്ത് കോഴിക്കോടിന് അടിക്കാമല്ലോ, അങ്ങനെ കരുതി. അപ്പോൾ കെ സുധാകരനെ ഒതുക്കാൻ വേണ്ടി വലിയ തോതിൽ പാർട്ടിക്കുള്ളിൽ ശക്തമായ ഒരു ഇടപെടൽ നടക്കുന്നുണ്ട്. ഇനിയാണ് അടുത്ത ട്വിസ്റ്റ് വരാൻ പോകുന്നത്. കെ സുധാകരൻ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കെ സുധാകരനെ പോലെ ഒരു നേതാവിനെ BJPക്ക് കിട്ടിയാൽ എന്താ, പുളിക്കുവോ? അതായത് ഈ പറയുന്ന ഡൽഹിയിൽ പോയി രാഹുൽ ഗാന്ധിയെ കണ്ട് തിരിച്ചിറങ്ങുന്ന വേളയിൽ തന്നെ കെ സുധാകരൻ തൻ്റെ BJP പ്രവേശനം സ്ഥിരീകരിക്കും. ഇപ്പോഴും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ അങ്ങിങ്ങായി ഉയർന്നു കേൾക്കുന്നുണ്ട്. കെ സുധാകരൻ ഉറപ്പായും, കെ സുധാകരൻ പോകുമ്പോഴുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മറ്റ് നേതാക്കന്മാർ പോകുന്ന പോലെയല്ല. കെ സുധാകരൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അതൊരു വലിയ വിസ്മയമായി മാറും. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോകുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഇപ്പോൾ നിൽക്കുന്ന നിരവധി നേതാക്കന്മാരും ചോട്ടാ നേതാക്കന്മാരും ഉണ്ട്. അവരെല്ലാവരും കൃത്യമായി കെ സുധാകരനൊപ്പം BJPയിലേക്ക് പോയി ചേരുമെന്നുള്ള കാര്യം തീർച്ചയാണ്. തൽക്കാലം ഒരു അനനയ ചർച്ച നടത്തുകയാണ്. നിങ്ങൾ നിൽക്കും, അടുത്ത തവണയെങ്കിലും നിങ്ങൾക്ക് സീറ്റ് തരാം എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ MP സ്ഥാനം രാജിവെച്ചിട്ട് മത്സരിക്കൂ എന്ന് പറയുന്ന ഒരു തീരുമാനമായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഇനി അവിടെയും ഒരു കെണിയുണ്ട്. MP സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് കെ സുധാകരൻ കണ്ണൂരിൽ മത്സരത്തിന് ഇറങ്ങുന്നതെങ്കിൽ ഉറപ്പായി അവിടെ തോൽപ്പിക്കാൻ അവിടെ ആളുണ്ട്. തോൽപ്പിച്ച് കെ സുധാകരനെ കേരള രാഷ്ട്രീയത്തിൽ വനവാസത്തിന് അയച്ചിരിക്കും, അത് ഉറപ്പാണ്. കാര്യം കണ്ണൂര് കെ സുധാകരൻ്റെ മാത്രമല്ല, കണ്ണൂർ കെ സി വേണുഗോപാലിൻ്റെ കൂടെയാണ് എന്നുള്ള കാര്യം എന്താണ് ഒരുപക്ഷെ കെ സുധാകരൻ അങ്ങ് മറന്നു പോകുന്നത്? കണ്ണൂർ എന്ന് പറയുന്ന നാട് കെ സി വേണുഗോപാലിൻ്റെ കൂടെ നാടാണ്. അപ്പോൾ അവിടെ കെ സുധാകരനും കെ സിക്കും ഏകദേശം ഒരേ പ്രാധാന്യം തന്നെ ലഭിക്കും. അപ്പോൾ അവിടെ വലിയൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാവുകയും അവിടെ കെ സുധാകരൻ എന്ന് പറയുന്ന ഒരാളെ താൽക്കാലികമായി BJPയിലേക്ക് പോകാതെ തടഞ്ഞു വെക്കാനും സാധിക്കും. ഏറ്റവും ഒടുവിൽ ഒരു സീറ്റ് അങ്ങ് കൊടുക്കും, കണ്ണൂർ സീറ്റ്, അദ്ദേഹം ചോദിച്ച കണ്ണൂർ സീറ്റ് കൊടുക്കും. അതല്ലെങ്കിൽ മറ്റൊരു സീറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. മറ്റൊരു സീറ്റ്, അതായത് കണ്ണൂരിന് ജില്ലയ്ക്ക് പുറത്ത് ഏതെങ്കിലും ഒരു സീറ്റിലേക്ക് കെ സുധാകരനെ കൊണ്ടുവന്നിടുകയും അവിടെ നിർത്തി പരാജയപ്പെടുത്തുകയും ചെയ്യും. ആ പരാജയം ഏറ്റുവാങ്ങുന്ന കെ സുധാകരൻ
ഒന്നും നോക്കാതെ തിരികെ വീട്ടിലേക്ക് പോയിരിക്കാനേ സാധിക്കൂ. കാര്യം നിലവിൽ MP സ്ഥാനം നഷ്ടപ്പെടുന്നു, അതോടൊപ്പം ഈ പറയുന്ന നിയമസഭാ സാമാജികത്വവും അദ്ദേഹത്തിന് ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇതോടെ കെ സുധാകരൻ എന്ന് പറയുന്ന ഒരാൾ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തമാകും. അതിനു വേണ്ട എല്ലാ ഗൂഢനീക്കങ്ങളും ചരടുവലികളും ഇപ്പൊ തന്നെ അങ്ങ് ഹൈക്കമാൻഡ് തലത്തിലും കേരളത്തിലും നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതെല്ലാം അറിയാവുന്ന ഒരാളാണ് സണ്ണി ജോസഫ്. അതുകൊണ്ടാണ് സണ്ണി വക്കീൽ പലപ്പോഴും പറയുന്നത് ഇനിയിപ്പോൾ എന്തായാലും പാർട്ടിയുടെ തീരുമാനം വരട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ തീരുമാനം എന്ത് തന്നെയാണെങ്കിലും കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവ് ഏതാനും നാളുകൾക്കുള്ളിൽ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തനാകാൻ പോകുന്ന കാഴ്ചയായിരിക്കും കേരളത്തിൽ സാക്ഷ്യം വഹിക്കേണ്ടി വരിക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.